വന്ന് വന്ന് കപ്പങ്ങയൊക്കെ മച്ചിങ്ങ പോയി. എന്താ ഇന്നലെ നിന്റെ ഡിഗ്രിയുടെ റിസൾട്ട് ദിവസം ഡിഗ്രി റിസൾട്ട് നോക്കിയാറോ? നോക്കിയോ? നോക്കി. എന്നിട്ട് എന്തായി? അതേപോലെ ഈ പ്രാവശ്യം പൊട്ടി. ഈ പ്രാവശ്യം നീ പൊട്ടി. എന്റെ ദൈവം, നിന്നൊരു എസ് ഐ കാണുന്നതാണ് എന്റെ ഒരു ആഗ്രഹം. അത് നടക്കുവോ? ജന്മത്തങ്ങ നടക്കുവോ? അപ്പൊ നിന്നൊക്കെ പഠിപ്പിച്ച നേരം കൊണ്ട് 2 വാഴട്ടാന്ന് എനിക്കിപ്പോ വാഴപ്പഴം കൂട്ടാറുന്നു. കടന്നു പോണെന്ന് വീട്ടിൽ നിന്ന് കണ്ണും കുത്തി പൊട്ടിക്കും. കയറി വലിയ ആൾക്കാർ വന്നേക്കുമ്പോ കിട്ടിയാ എടാ എന്നതാ ഇവിടെ നാട്ടുകാർ മൊത്തം വന്ന് തേങ്ങ പറിക്കൊണ്ട് ഇവിടെ ഇപ്പൊ ഒരു തേങ്ങയില ഒന്നുമില്ല. എന്റെ പൊന്നടാ, ഒരു കടിഞ്ചാവിക്ക് നമ്മൾ ഇനി എന്നാ ചെയ്യും? മിക്കവാറും തേങ്ങ തേങ്ങ ഇടേണ്ടി വരും. അമ്മ പോയിക്കാനായിട്ടുണ്ട്. നീ നിക്ക് ഞാൻ കേറാതെ വേണ്ട. നമുക്ക് ആരെങ്കിലും വരും, ആരെങ്കിലും പറ്റിച്ച് 10 രൂപ കിട്ടുമെന്ന് നോക്കാം. ഇനി ആര് വരാനാ? നോക്കട്ടെ, ആരെങ്കിലും വരുമെന്ന് നോക്കാം. ദേ വന്നുടാ ഇന്നത്തെ നമ്മുടെ എര. ഇവനാ? ഇവന്റെ അപ്പൻ്റെ കയ്യിൽ പൂത്ത കാശുണ്ട്. ഇവന്റെ വെച്ചോണ്ട് പിന്നെ അപ്പനെ പറ്റിച്ച് കുറച്ച് കാശ് നമുക്ക് ഉണ്ടാക്കാം. രഞ്ജിത്തേട്ടാ, അച്ഛൻ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഇറക്കി വിട്ടോ? അന്ന് ഇറക്കി വിട്ടെ. ഞാനിപ്പോൾ ഡിഗ്രി 8 പ്രാവശ്യം എഴുതി, 8 പ്രാവശ്യം പൊട്ടി. അച്ഛൻ എന്നെ പഠിപ്പിച്ച് എസ് സി ആക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷെ അതിനുള്ള ബുദ്ധി ഇല്ലാന്ന് അച്ഛൻ പറഞ്ഞത്. ഇപ്പൊ എന്നിട്ട് അച്ഛൻ എനിക്ക് പരം വാഴ നട്ടാമെന്ന് പറഞ്ഞ് അവിടെ വാഴക്കണ്ണ് നട്ടുകൊണ്ടിരിക്കുക. ഈ എഴുതുന്ന എല്ലാവരും ജയിക്കാനായിട്ട് പിന്നെ പരീക്ഷ വെക്കേണ്ട ആവശ്യമുണ്ടോ? എസ് ഐയോ നീയോ? ഇവനെ CID ആക്കണ്ട, CID ആക്കണ്ട. CID എന്ന് പറഞ്ഞ ആരാ? SIനേക്കാളൊക്കെ ഉയർന്ന ആളാ. വേറെ ട്രെയിനിങ് മാത്രം മതി, തലയ്ക്കുള്ളിൽ ഒന്നും ഏത് മണ്ടനാവാൻ പറ്റും. അതിനൊന്നും അച്ഛൻ സമ്മതിക്കുന്നു തോന്നണില്ല രഞ്ജിത്തേട്ടാ. അത് സന്തോഷിപ്പിക്കുമ്പോഴല്ലേ ഒരു രഞ്ജിത്തരം ആളെ നിൽക്കണം അവിടെ. ഞാൻ റെഡിയാക്കി തരൂടാ, നിന്നെ CID ആക്കി തരും ഞാൻ. അച്ഛനോട് പറഞ്ഞ് ഞാൻ സമ്മതിപ്പിച്ചോളാം. ഈ പറഞ്ഞ ആളാരെന്ന് അറിയാമോ? വാ, റെഡിയാക്കി തരും. ഞാനാവണേ വാ. അവിടെ ഇവനെ ഇങ്ങോട്ട് കയറ്റാൻ പറ്റൂല. കടന്നു പോകണോ? ചേട്ടൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. എന്താ പറഞ്ഞോ? ഇവനെ നമുക്കൊരു CID ആക്കണം. എന്താണ് DVD? നമ്മളൊരു SI ഒന്നും ആക്കണ്ട, ഇവനെ നമുക്കൊരു CID ആക്കണം. അതിനുള്ള കഴിവുണ്ട് ഇവന്. ആർക്ക്? ഇവനോ? എന്നെ തലേന്നറിയാ. നിങ്ങൾക്ക് ഇവനെ കുറിച്ച് വല്ലതും അറിഞ്ഞിട്ടാണ് നിങ്ങൾ പറഞ്ഞത്? 8 പ്രാവശ്യം ഞാൻ കർഷകനെ പാടത്തും പറമ്പത്തും പണിയെടുത്തിട്ട് 8 പ്രാവശ്യം ഇവനെ ഞാൻ ഡിഗ്രി ചെയ്യിപ്പിച്ചേ. ഇവന് ഒറ്റ പ്രാവശ്യം പോലും ജയിച്ചൂല. വട്ട 0 മൊട്ട. അതിനുള്ള വഴിയാണ്. ഇവര് ഭയങ്കര ബുദ്ധിയാണ്. നമ്മൾ പറഞ്ഞ പോലെ ഇവനെ നമുക്കൊരു CID ആക്കണം. നടക്കുമോ? ഞാൻ നടത്തി തരും. അന്ന് കാര്യം ചെയ്യ്. അല്ല മക്കളെ, ഈ CID എന്ന് പറഞ്ഞൊക്കെ ഇവന് ഞങ്ങൾ കൊണ്ടുചെന്നാലേ ഈ സർക്കാർ ഇവനെ CID ആക്കുവോ? ചേട്ടാ, അതിന് കുറച്ച് ചെലവുണ്ട്. ചേട്ടാ, വെറും ഒരു 60,000 രൂപ നമ്മളൊന്ന് മുടക്കിയാൽ മതി. 60,000 രൂപയോ? അവനൊരു ട്രെയിൻ ഉണ്ട്. ആ ട്രെയിനിൽ എടുത്തുകൊണ്ട് നമ്മൾ ട്രെയിൻ ചെയ്യിച്ച് ഇവനെ നല്ല പെർഫെക്റ്റ് ആക്കി എടുക്കും. അന്നാ ഞാൻ 60,000 മുടക്കാം. അല്ല, ഈ ട്രെയിനർ നമുക്ക് ഇപ്പൊ എവിടെ പോയി കാണാൻ പറ്റും? ട്രെയിനർ ട്രെയിനിങ് സെന്ററിലുണ്ട്. അങ്ങോട്ട് പോവാം. പോയേക്കാം. എവിടെയാ ആശാനേതാ? കുന്നിന്റെ മുകളിൽ ഇരിക്കണോ? അതാണ് ആശാൻ. അതെ, പോയി വിളിച്ചിട്ടുണ്ടോ? ओम तारा भी चली कौन बल बताना कब पिल भई तुम എന്നെ രാജേഷ്, ആ പുള്ളി അതിന്റെ മുകളിൽ കയറിയിരിക്കണേ. അത് പുള്ളി മള്ളിന്റെ മുകളിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ മറ്റേ ഏകാഗ്രത കിട്ടാൻ വേണ്ടിട്ട് കയറിയിരിക്കണേ. ഏകാഗ്രതയോ? പറഞ്ഞ സാധനം. ഓക്കെ. ആശാനെ, ഞാൻ പറഞ്ഞ പാട്ടുകളെ കൊള്ളുന്നുണ്ട്. ആര്? അവരാണോ? അവരാണ് പാട്ടുകൾ. അവരെ CID ആക്കണം. ആ ചെറുക്കനെ കാരണവരെ വിളിച്ചുകൊണ്ടുവന്നുണ്ട്. പൂത്ത കാശുള്ളവരാ. എന്റെ വീട് എത്ര? ആശാന്റെ വീതമൊക്കെ നമ്മളെ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യും. അതൊക്കെ പിന്നെ നമ്മൾ ചെയ്യും. ആശാൻ ആ ട്രെയിനിങ് അങ്ങോട്ട് കൊടുത്താൽ മതി. ഓക്കെ. ഇതാണ് നമ്മുടെ ആശാൻ. ആശാന്റെ പേരെന്തുട്ടാ? കുട്ടിക്കര ഇട്ടപ്പൻ. ആരാന്ന്? ഇട്ടിക്കര കുട്ടപ്പൻ. ഞാൻ രാഘവൻ നായർ. എന്റെ മോൻ രാജേഷ്. ഇവരാണ് നമുക്ക് DVD CID ആക്കണം. ഞാൻ CID രാജേഷ്. രാജേഷാ? എന്ത് ചീഞ്ഞ പേരടത്. നീ ഇന്ന് മുതല് CID മസു മൂസ സാമു. I am CID സമു. അപ്പൊ ഇവന് നല്ലൊരു CID ആക്കി മാറ്റുന്നത്. പെർഫെക്റ്റ് ആണ്. ഞാൻ ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ. ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കണം. ആദ്യം തന്നെ ഒരു 50 റൗണ്ട് ഓടണം. ആരോടും? ആശാനോടും ഞാനോടോ? അല്ല, ഞാനല്ല. ഞാൻ ആശാൻ പറയാ. ആശാൻ ഭയങ്കര ദേഷ്യക്കാരനാട്ടോ. അടുത്ത് അതൊരു 50 റൗണ്ട് പുഷപ്പ് അടിക്കാം. എടാ, ഇപ്പഴല്ല, ഞാൻ പറഞ്ഞിട്ട് അടിച്ചത്. അപ്പൊ നമ്മള് തുടങ്ങാൻ പോവാണ്.
നമ്മുടെ കാലിന് ബലം, അതാണ് ആദ്യത്തെ പരീക്ഷണം. ഓക്കെ. ബാ, ആ കുന്നുണ്ടോ? കുന്നിന്റെ മുകളിലോ? അവിടെ ഒറ്റക്കാലില്. ഓക്കെ, മണ്ണിന്റെ മുകളിലല്ലേ? ഓക്കെ ബോസ്, ഐ ആം റെഡി. ആശാനെ കാല് വെക്കണം. നിക്കൂ. ആശാൻ സൂപ്പറാ. സൂപ്പറാ. അതല്ല ഞാനിങ്ങൾ കൊള്ളണേ. അല്ല ആശാൻ അങ്ങോട്ട് പോടിയേ? ഏത്തപ്പഴം പുഴുങ്ങിയത് കഴിക്കാറായി. വാ കഴിക്കാം. ചുമപ്പാണ് നീലയാണ്? കുട്ടപ്പാ, അതാരാ ആശാനെ? ചെവിയിൽ പൂ വെച്ച ഒരാള് ആശാനും കൈ കാണിക്കണം. നീയല്ലടാ കുട്ടപ്പൻ. എടാ കുട്ടപ്പാ, കുട്ടപ്പാ നീ എന്താ ഇവിടെ? നിന്നെ എത്ര നാളാണ് കണ്ടിട്ട്? നീ ആ ഭ്രാന്താശുപത്രിയിൽ നിന്ന് വന്നിട്ട് നീ ഇതുവരെ എവിടെയായിരുന്നടാ? ഞാനിവിടെ CID ആയിട്ട് വിലസിക്കൊണ്ടിരിക്കും. കുട്ടപ്പാ, എടാ ഇതിൽ ഈ പച്ചയാണോടാ ചുമപ്പാണോ രാവിലെ കഴിക്കണേ? നീ ഇത് പോയോർന്ന് പച്ചയും ചുമ്പും. എടാ എനിക്ക് കഴിക്കാനാടാ, ഞാൻ മറന്നുവിടാ. മഞ്ഞ 2 തരം, നീ അതാണ് പച്ച 1 തരം. പോടാ. കുട്ടപ്പ എന്നെ വിട്ട് പോവല്ല. എടാ ഈ 2 പ്രാന്തന്മാരും കൂടി ഇന്ന് ആകെ കോളാക്കുന്നു. ഭ്രാന്തന്മാരാ? എടാ അത് ഇവന്മാര് ഭ്രാന്താശുപത്രിയിൽ ചാടി വന്നതാ. ഞാൻ പിന്നെ നിന്നോട് പറഞ്ഞില്ലാന്നു. അങ്ങനെ അവരെ കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പ്രാന്തന്മാരോ? പൊന്ന് രാഘവൻ ചേട്ടാ, അവൻ ഇത്രയും വലിയ പ്രാന്തനാന്ന് ഞാൻ ഇപ്പഴാ അറിഞ്ഞത്. നീയൊക്കെ കൂടി എന്റെ കൊച്ചിനെ കൊലക്ക് കൊടുക്കൂടാ. എടാ രാജേഷേ, നീ അവനെ പിടിച്ചിട്ട് അവന് പ്രാന്താടാ. അല്ല ആശാനെ, ആശാന് പ്രാന്താണാ? പ്രാന്താ എനിക്കാ? ഏത്തപ്പഴാ? പൂമ്പടാ? പുഷപ്പ് പുഷപ്പ്. ആശാനെ ഏത്തപ്പഴം മോനാണോ? ഓ പ്രാന്തൻ. പോട്ടെ ആ വിഷയം പോട്ടെ. രാഘവൻ ചേട്ടാ, എന്താ ഉള്ള സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. നമുക്ക് നമ്മുടെ ബാലൻസ് പൈസ വേണം. ബാലൻസ് പകുതി വേണോ ഫുള്ള് വേണോ? അത് ഫുള്ള് വേണം. ഫുള്ളായിട്ട് തന്നേക്കാ.